പത്മരാജൻ്റെ ഇന്നലെ കൂടെവിടെ എന്നീ ചലച്ചിത്രങ്ങൾക്ക് ആധാരമായ നോവലുകൾ. വാസന്തി. കൂടെവിടെ. പേർഷ്യൻ പരവതാനി വിരിച്ച ഡ്രോയിങ് റൂം. ദിവസവും വെടിപ്പാക്കുന്നത് ഷീലയ്ക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്. എത്ര ജോലിത്തിരക്കുണ്ടായാലും അതിന് വീഴ്ച വരുത്താറില്ല. ജ്യേഷ്ഠൻ കാബൂളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് ആ പരവതാനി. വാസ്തവത്തിൽ ജ്യേഷ്ഠൻ്റെ ഓർമ്മയ്ക്കായി വീട്ടിൽ ബാക്കിയുള്ളത് അതൊന്നു മാത്രമാണ്. അതിൻ്റെ അറ്റത്തൊരു ചെറിയ കീറൽ. അത് തുന്നി ശരിപ്പെടുത്തണം. ഇവിടെ അതിനാരുണ്ട്? രാജീവിനോട് ചോദിച്ചു നോക്കാം. ജനലിൽ കൂടി വെളിയിൽ അനന്തമായ ആകാശത്തെയും മറച്ചുകൊണ്ട് പരന്നുകിടക്കുന്ന ഹരിതാഭമായ ഭൂമി. ഷീല ഒരു നിമിഷം സ്വയം മറന്നു നിന്നു. മിസോറാമിൽ വന്ന ദിവസം മുതൽ ആ മലയിടുക്കുകളുടെ രമണീയത അവളുടെ മനം കവർന്നിരുന്നതാണ്. ദൂരെ നിന്നു തന്നെ അവൾ കണ്ടു ജീപ്പ് വരുന്നത്. രാജീവ്. അവളുടെ അധരങ്ങൾ നേരിയ പുഞ്ചിരി വിടർന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ തന്നെ സ്കൂളിൽ കൊണ്ടുചെന്ന് വിടാൻ രാജീവ് വരുന്നു. പട്ടാള ഉദ്യോഗസ്ഥനാലായിരിക്കണം ഇത്ര കൃത്യനിഷ്ഠത. ഷീല കണ്ണാടിയിൽ ഒന്നുകൂടി നോക്കി. ഇളം റോസ് നിറത്തിലുള്ള ഷിഫോൺ സാരി, ഒരു വലിയ പന്നീർ പൂവ് തലയിൽ. ലളിതമായ രീതികളാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഇന്നെന്ത് അഭിപ്രായം പറയും എന്നോർത്തപ്പോൾ അവളുടെ കവിളുകൾ തുടുത്തു. ജീപ്പ് നിർത്തുന്നത് കേട്ട് പടികൾ, ബൂട്ട്സിൻ്റെ ശബ്ദം. കോളിംഗ് ബെൽ അടിക്കുന്നതിന് മുമ്പേ ഷീല ഓടിപ്പോയി കതക് തുറന്നു. ചിരിച്ചുകൊണ്ട് തൊപ്പി ഉയർത്തി പറഞ്ഞു, ഗുഡ് മോർണിംഗ് മാം. എന്നിട്ട് ഒറ്റച്ചാട്ടത്തിന് അവളുടെ അരികിലെത്തി അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ചുംബിച്ചു. അവൾക്കത് തടയണമെന്നുണ്ടായിരുന്നു. ഒന്നാമത് നേരമായി, പിന്നെ അടുക്കളയിൽ നിന്ന് സോനാർ. ഇതെല്ലാം കാണുകയും ചെയ്യും. ഇതൊന്നും മനസ്സിലാകുകയില്ലേ? അവൾ ഓർത്തു. എങ്കിലും പരിരംഭണത്തിൻ്റെ സുഖത്തിൽ ലയിച്ചു നിന്നതേയുള്ളൂ. ബട്ടൺ കുത്തുന്നു. എവിടെ കുത്തി? നോട്ടത്തിൽ കുസൃതി ചോദ്യത്തിലും. അവൾ അയാളുടെ കൈ തട്ടിമാറ്റി. സോനാർ ഇപ്പോൾ കയറി വരും. ഈ സോനാർ ഇല്ലാതെ നിനക്ക് ജീവിച്ചുകൂടെ? അതെങ്ങനെ? ഷീല തിരിച്ചു ചോദിച്ചു. അയാളുടെ പിടിയിൽ നിന്നും കുതറിമാറി തൻ്റെ മുറിയിൽ ചെന്ന് ബാഗുമായി മടങ്ങി. കഥ കടച്ചോളൂ. സോനാർ തിരിഞ്ഞു നോക്കി ഹിന്ദിയിൽ പറഞ്ഞു. അച്ഛാ മേം സാബ്. അകത്തു നിന്നും വന്ന സോനാർ രാജീവിനെ നോക്കി കണ്ണുകൾ ഇറുക്കിപ്പിടിച്ച് നമസ്തേ സേബ് എന്ന് പറഞ്ഞു. നമസ്തേ. രാത്രി എനിക്ക് ഊണുണ്ടോ? സോനാർ. ജി. സൗത്ത് ഇന്ത്യൻ മതി, ചോറും കറിയും. അച്ഛാ സേബ്. അവൾ ജീപ്പിൽ കയറി അയാളുടെ അരികത്തിരുന്നു. എന്നിട്ട് ചോദിച്ചു, അത്താഴത്തിന് ഞാൻ ക്ഷണിച്ചോ? ക്ഷണിക്കാൻ മറന്നുപോയവരെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞാൻ അത് പറഞ്ഞത്. ക്ഷണിക്കാൻ മറന്നതല്ല, മനഃപൂർവ്വം ക്ഷണിക്കാത്തതാണ്. ഓഹോ, ദിവസവും സ്കൂളിൽ പോകാൻ ലിഫ്റ്റ് വേണം. കൂലിയൊന്നും തരികയുമില്ല. അവൾ മറുപടി പറഞ്ഞില്ല. മനസ്സിൽ പാഞ്ഞുപോയ ചിന്തയിൽ വാക്കുകൾ